ഇന്ന് നമുക്ക് എളുപ്പത്തിൽ മത്തി വറ്റിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്ര മത്തിയാണോ, ഞാനിവിടെ 7 മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മസാല പുരട്ടി വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി കുതിർത്തി വെക്കാം. ഇനി ഇതിലോട്ട് ഒരു 10-15 ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞു വെക്കാം. മെയിനായിട്ട് ഇത്രയൊക്കെ മതി, കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ വറ്റിക്കുന്നത് അത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇരുമ്പിൻ്റെ എല്ലാം ചട്ടി ഉണ്ടെങ്കിൽ എളുപ്പമാണ്, അതിലാക്കി കൊടുത്താൽ നല്ല ഹെൽത്തിയുമാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കുന്ന പ്രശ്നമില്ല. സ്റ്റീൽ പാത്രം ആകുമ്പോൾ ചെറുതായിട്ട് ഫ്ലെയിമൊക്കെ കൂടിപ്പോയാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിന് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇപ്പം ഞാൻ 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു 2ൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് യൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഉപകാരമാണ് എല്ലാത്തിനും. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടണ്ട് കേട്ടോ. 1 മാസത്തിലധികം, അതായത് എനിക്ക് 1.5 മാസം വരെയൊക്കെ കിട്ടാറുണ്ട്, ഒരു കുഴപ്പം വരാറില്ല. ഇനി നമുക്ക് ഇതിലോട്ട് വലിയ ജീരകത്തിൻ്റെ പൊടി, ഫെനൽ സീഡ്സ് ഇല്ലേ, അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി, അതെല്ലാം വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല പുരട്ടി വെച്ചതിൽ കുറച്ച് ഉപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച പുളിയില്ലേ, അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പുളി അധികം ആവണ്ട കേട്ടോ. പുളി അധികമായി കഴിഞ്ഞാൽ, ഉപ്പും പുളിയൊക്കെ അധികമായി കഴിഞ്ഞാൽ വറ്റി വരുന്ന സമയത്ത് ഇതൊക്കെ കൂടിപ്പോവും. ഇനി നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. നല്ലോണം തിളച്ചോട്ടെ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. പിന്നെ ഈ സമയത്തൊരു പുളീൻ്റെ ഒരു ചെറിയ സ്മെല്ലൊക്കെ ആയിരിക്കും, അതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞാൽ മാറിക്കോളും. ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അതിൽ അടിയിൽ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മെല്ലനെ ഇളക്കി കൊടുക്കാം. മീൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഉടച്ച് കളയരുത്. നല്ലോണം ഈ മസാല ഗ്രേവി അതിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മീനൊക്കെ എന്താക്കുക, ഒന്ന് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നല്ലോണം ഇതിലെ വെള്ളത്തിൻ്റെ ഇതെല്ലാം നല്ലോണം വറ്റുന്ന വരെ നമുക്കൊന്ന് സ്ലോയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ മീൻ പൊരിക്കുന്നതിനെക്കാട്ടിയും നല്ല ഹെൽത്തിയുമാണ്, ഇത് നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീനൊന്നും ഉടയാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമുക്ക് എത്ര ഗ്രേവിയിലാണോ ആവശ്യം അത്ര ഗ്രേവി വരെ ആക്കിയെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഏകദേശം സൈഡിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. ഇനിയും കുറയ്ക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചത് കിട്ടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.